ഹലോ ഗൈസ്, ആദി ഹിയർ. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 180 ഡേയ്സ് ചലഞ്ചിന്റെ തേർഡ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ മോർണിംഗ് റൊട്ടീനാണ്. അപ്പൊ ഞാൻ എന്താണ് മോർണിംഗ് റൊട്ടീനായിട്ട് ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ്, ഫേസ് വാഷ്. ഏതർ ക്ലെൻസർ ഓർ ഫേസ് വാഷ് നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച്. ഇപ്പൊ നിങ്ങൾക്കുള്ളത് അത്യാവശ്യം ഓയിലി സ്കിൻ ആണെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാം. അത്യാവശ്യം ഡ്രൈ ഓർ സെൻസിറ്റീവ് സ്കിൻ ആണുള്ളതെങ്കിൽ നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് എന്റെ ക്ലെൻസർ ആയിട്ട്. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ആയിട്ട് ഏതെങ്കിലും നല്ലൊരു ടോണർ, നിർബന്ധമില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 180 ഡേയ്സ് ചലഞ്ചിന്റെ ഭാഗമായിട്ട് നല്ലൊരു ടോണർ ഉപയോഗിക്കാം. ഇതുപോലെ ജസ്റ്റ് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഡ്രൈ ആവാൻ അനുവദിക്കാം. അതിനുശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. ഞാൻ ഇപ്പോൾ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വേറെ മോയ്സ്ചറൈസിങ് ക്രീം ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം സ്കിൻ കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ അലോവേര ജെല്ലാണ് മോയ്സ്ചറൈസിങ് ക്രീം വരായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അത് മറ്റേ ഡ്രൈ ആയതിനു ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഓക്കെ ആവാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്ത ആ മോയ്സ്ചറൈസിങ് ക്രീം ഫേസിലൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും നല്ലൊരു SPF യൂസ് ചെയ്യുക. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് SPF. അപ്പോൾ SPF ജസ്റ്റ് നമ്മൾ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ SPF നമ്മുടെ ഫേസിൽ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, SPF യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്കിൽ കൂടെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫേസും നെക്കും രണ്ടും ഡിഫറെന്റ് കളർ ആയിരിക്കും. അപ്പോൾ ആ കാര്യം മറക്കണ്ട. അപ്പോൾ ഇതാണ് എന്റെ തേർഡ് ഡേ വീഡിയോ. അപ്പോൾ നാളെ വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ആദി സൈനിങ് ഓഫ്. ബൈ.